കുറിച്ചാണ് നോർത്ത് ഇന്ത്യയിൽ ഈ പ്രചരണം നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ അവിടെയുള്ളൊരു മുഖ്യമന്ത്രി കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിന്ന് പ്രസംഗിച്ചു, ഈ നാട് UP ഉത്തർപ്രദേശ് കേരളമാകാതിരിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണ് പ്രസംഗിക്കുന്നത്. നമുക്കത് കേട്ടാൽ ചിരി വരും. ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ എന്താ, കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ. പക്ഷേ അവർ മനസ്സ് കാണുന്ന കേരളം നമ്മൾ ജീവിക്കുന്ന കേരളമല്ല. അവിടുത്തെ ഈ പറയുന്ന വെറുപ്പിൻ്റെ വ്യാപാരികൾ അവിടെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു മലപ്പുറമുണ്ട്. മുസ്ലിം വർഗീയവാദികൾക്കനുസരിച്ച് സർക്കാർ ഭരിക്കുകയും മുസ്ലിം വർഗീയവാദികൾ ഒന്നാകെ തേരോട്ടം നടത്തുകയും ചെയ്യുന്ന വേറൊരു നാട്. ഇങ്ങനെ കേരളത്തെക്കുറിച്ച് അങ്ങേയറ്റം വിഷലിപ്തമായ പ്രചരണമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഇതിനനുസൃതമായി ചരിത്രപാഠങ്ങൾ മാറ്റപ്പെടുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ വെട്ടിനീക്കപ്പെടുന്നു. മലബാർ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ മനുഷ്യരുടെയും പേരുകൾ വെട്ടിനീക്കപ്പെടുന്നു. എന്തിന്? ഞാൻ എൻ്റെ ഒരു കാലത്തെ ഗവേഷണ വിഷയമായിരുന്നു ടിപ്പു സുൽത്താൻ. ഞാൻ സാധാരണ പറയാറുണ്ട്, ടിപ്പുവിൻ്റെ തലസ്ഥാനമായിരുന്ന ശ്രീരംഗപട്ടണത്തിലേക്ക് പലതവണ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട്. കഴിഞ്ഞ 2-3 വർഷം എൻ്റെ മോളെ കാണിക്കാൻ വേണ്ടി ഞാൻ അവളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ടൂറായിട്ട് അവിടെ പോയി ഇറങ്ങി. ഞാൻ കാണുന്നത് അവിടെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ദുർഗന്ധമാണെന്ന്. ഒരു മൈസൂരിൻ്റെ ചവറ്റുകുട്ടയാക്കിയിട്ട് ശ്രീരംഗപട്ടണത്തെ മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. ബുക്കാനിനടക്കമുള്ള സഞ്ചാരികൾ ഹൈദറിന് ശേഷം ടിപ്പു ഭരിക്കുന്ന കാലത്ത് അവിടെ വന്ന് കണ്ടെഴുതിയത്, ഫ്രാൻസിലെ മികച്ച പൂന്തോട്ടങ്ങൾക്ക് തുല്യം നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ സംവിധാനം ചെയ്യപ്പെട്ട ആധുനികമായി സജ്ജീകരിക്കപ്പെട്ടൊരു മനോഹര നഗരമാണ് ടിപ്പു ശ്രീരംഗപട്ടണത്ത് ഒരുക്കിയിരിക്കുന്നത്. അത്രമാത്രം ആധുനികവുമായി ശുചിത്വത്തോടെ നിർമ്മിച്ചിരുന്ന ആ മഹാനഗരം ഇന്നൊരു ചവറ്റുകുട്ടയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത വിധം ദുർഗന്ധവും വേസ്റ്റുമാണ് അവിടെ കിടക്കുന്നത്. മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യൻ ഭരണകൂടം ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ടിപ്പുവിനെ പോലെ ഇന്ത്യ ആദരിക്കപ്പെടുന്ന, ഇന്ത്യയിലെ മനുഷ്യർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ പോരാട്ടം നടത്തിയ ആളുകളുടെ ഭൂമി മുഴുവൻ ഇങ്ങനെയാക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ ഒരു ഹിന്ദു ഗൈഡും ഒരു മുസ്ലിം ഗൈഡും സ്വീകരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ പേര് ചോദിച്ചിട്ട് നിങ്ങൾ ഹിന്ദു ആണെച്ചാൽ ഹിന്ദു ഗൈഡ് എടുത്തു വരും, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ഗൈഡ് എടുത്തു വരും. എന്നിട്ട് ഹിന്ദു ഗൈഡ് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം അങ്ങനെ കുറേ സ്ഥലം കാണിച്ചു തരും. മുസ്ലിം ഗൈഡ് കൊണ്ടുപോയിട്ട് ടിപ്പുവിൻ്റെ ഹൈദറിൻ്റെയും ശവകുടീരം, ടിപ്പു വീണ സ്ഥലം ഇതൊക്കെ കാണിച്ചു തരും. രണ്ടുപേരും ഒരേപോലെ കാണിച്ചു തരുന്ന ചില സ്ഥലം ബെയ്ലി ജയിൽ, അതായത് ടിപ്പുവിൻ്റെ ഒരു ജയിലുണ്ടായിരുന്നു. ബെയ്ലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ജനറലിനെയൊക്കെ ജയിലിലിട്ട ജയിൽ, അതൊക്കെ കാണിച്ചു തരും. രണ്ടുപേരുടെയും വിവരണം വ്യത്യസ്തമാണ്. മുസ്ലിം ഗൈഡ് പറയും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരെ അവർ ടിപ്പു പിടിച്ചപ്പോൾ കൊണ്ടുവന്ന് ജയിലിലിട്ട തടവറയാണിത്, ഇതൊക്കെ പറഞ്ഞാൽ കാണിച്ചു തരാം. അതേസമയം ഹിന്ദു ഗൈഡ് പറയും ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ, ബ്രാഹ്മണരെ ഒക്കെ പലരെയും കൊണ്ടുവന്ന് ശ്വാസം മുട്ടിച്ച് പീഡിപ്പിച്ച ടിപ്പു എന്ന വർഗീയവാദിയുടെ ജയിൽ എന്ന് പറഞ്ഞ് കാണിച്ചു തരും. ഇങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചരിത്ര ഗവേഷകർ അനേകം ഗവേഷണങ്ങളിലൂടെ ടിപ്പുവിനെ കുറിച്ച് നാരും വേരും കീറി ഗവേഷണം നടത്തിയിട്ടുണ്ട്. അത്ര വിശദമായ ആധികാരിക രേഖകൾ ടിപ്പുവിനെ കുറിച്ചുണ്ട്. എന്നിട്ടും സമ്പൂർണമായി നശിപ്പിക്കപ്പെടുകയാണ്. ഇത് വെറുതെ നടക്കുന്നതാണെന്ന് നിങ്ങൾ കരുതരുത്. നമ്മുടെ നാടിൻ്റെ സാഹോദര്യം തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത്. ഈ നാടിൻ്റെ സാഹോദര്യം തകർക്കപ്പെടണം. ഈ നാട്ടിൽ നമ്മൾ ഇതുവരെ ഒന്നിച്ച് മനുഷ്യരായി ജീവിച്ചു പോന്ന ജീവിതം തകർക്കപ്പെടണം. ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട്. ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം നമ്മളെല്ലാം ഓർക്കേണ്ടതാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രയാണം എൻ്റെ അറിവിൽ അബീസീനിയയിലേക്കായിരുന്നു, ഇന്നത്തെ സിറിയ. അബീസീനിയൻ പ്രയാണം ഒരർത്ഥത്തിൽ ഒരു പരാജയമായിരുന്നു, വേണ്ടത്ര വിജയിക്കാത്തൊരു പ്രയാണമാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രയാണമാണ് ദ ഗ്രേറ്റ് മദീന യാത്ര എന്ന് നമ്മൾ പഠിക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് വിവരിക്കേണ്ട കാര്യമില്ല. സ്വാഗതഗാനം പാടി മനോഹരമായി സ്വീകരിക്കപ്പെട്ട മദീനയ്ക്കുള്ള യാത്രയ്ക്ക് ശേഷം ലോകത്തെമ്പാടും ഇസ്ലാം പ്രയാണം നടത്തുമ്പോൾ ഇസ്ലാം ഏറ്റവും മനോഹരമായി വരവേൽക്കപ്പെട്ട മണ്ണുകളിൽ ഒന്ന് മലബാറിൻ്റെ മണ്ണാണ്. മലബാറിൽ ഇസ്ലാം എത്തിച്ചേരുമ്പോൾ എത്തിയതെന്ന് ഞങ്ങൾ ചരിത്രം പഠിക്കുന്നവർക്കിടയ്ക്ക് തർക്കമൊക്കെ ഉണ്ട്. മാലിക് ദിനാർ വന്നതെന്നാണ്, അല്ലെങ്കിൽ ചേരമാൻ പെരുമാൾ പോയതും ഇത്താണോ ചരിത്രമാണോ, ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല ഈ വൈകിയ സമയത്ത്. ഇവിടേക്ക് വന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, സാമൂതിരി സ്വീകരിച്ചത് മധുര പലഹാരങ്ങളോടെ, വരവേൽപ്പുകളോടെയാണ് സാമൂതിരി സ്വീകരിക്കുന്നത്.
സാമൂതിരി അന്ന് ഇവിടെ വന്നിരിക്കുന്ന യാത്രികർക്ക് അർഹമായ നിലയ്ക്ക് സ്ഥലം കൊടുക്കുന്നു, താമസിക്കാനുള്ള വീടുകൾ കൊടുക്കുന്നു, അവർക്ക് അർഹമായ ആദരവ് കൊടുക്കുന്നു. ഇസ്ലാമിലേക്ക് ആരെങ്കിലും മതം മാറുന്നുവെങ്കിൽ അവരെ മറ്റാരും തടയരുത് എന്ന കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ സ്വീകരിക്കപ്പെട്ടത്. അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഇസ്ലാം എന്നാണ് ദേശദ്രോഹിയും രാജ്യദ്രോഹിയായത്? അത് ബ്രിട്ടീഷുകാർ പറഞ്ഞുണ്ടാക്കിയതാണ്. കാരണം മലബാർ ഭരിച്ചിരുന്നത് ടിപ്പുവാണ്. ടിപ്പു വീണ നിമിഷം മുതലാണ് ഇസ്ലാം മുഴുവൻ ബ്രിട്ടീഷ് വിരുദ്ധരാവാൻ സാധ്യതയുള്ളവരാണ് എന്ന മുൻധാരണയിൽ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങൾ ദേശദ്രോഹികളാണ്, വർഗീയവാദികളാണെന്ന് പറയാൻ തുടങ്ങിയത്. നിങ്ങൾ നോക്കൂ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരും പറയുന്നത് ബ്രിട്ടീഷുകാർ പറയുന്നതാണ്. അവർക്കതിന് മടിയുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മേക്കടഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർക്കത് പറയാം. എന്തായാലും ശരി, ഈ പറയുന്ന കാലത്തിന് ശേഷം നടന്ന അനേകം സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. മുസ്ലിങ്ങൾക്കിടയ്ക്ക് നമ്മുടെ ഈ ഓരോ നാട്ടിലും ചരിത്രം ചൂളം കുത്തുന്ന മണ്ണാണ്. ഓരോ നാട്ടിലും നോക്കിക്കഴിഞ്ഞാൽ മലബാർ സമരത്തിൻ്റെ ചരിത്രം, അതിൽ പങ്കെടുത്തവരുടെ രക്തത്തിൻ്റെ നിലവിളികൾ നിങ്ങൾക്ക് കേൾക്കാം. ആ ചരിത്രം, മലബാർ സമരം എന്ന 1921 ഒരു സംഭവം മാത്രമല്ല. സൈഫുൽ ബത്താർ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പലരും. അതിനകത്ത് മമ്പ്രം ഫസൽ പൂക്കോയ തങ്ങൾ എഴുതുന്നൊരു കാര്യമുണ്ട്. നമുക്കാരാണ് ഉള്ളത്? അദ്ദേഹത്തിൻ്റെ ചോദ്യം അതാണ്. ബ്രിട്ടീഷുകാർ നമുക്കൊപ്പമല്ല. ഈ രാജ്യം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, അവർ നമുക്കൊപ്പമല്ല. ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണരാണ്, അവർ നമുക്കൊപ്പമല്ല. പിന്നെയുള്ളത് ഭൂജന്മികളാണ്, അവർ നമുക്കൊപ്പമല്ല. ഈ നാട് ഭരിക്കുന്നവരും നമ്മളോടൊപ്പമില്ല, ഈ നാട്ടിൽ അത് നടത്തിക്കൊണ്ടുപോകുന്നവരും നമ്മളോടൊപ്പമില്ല, കോടതിയും നമ്മളോടൊപ്പമില്ല, അത് ബ്രാഹ്മണരുടെ കോടതിയുമാണ്. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ കടുത്ത പീഡനത്തിൽ നിന്നാണ് കേരളത്തിൽ ഉടനീളമുള്ള മുസ്ലിങ്ങൾക്കിടയ്ക്ക് നിന്നുള്ള സമരങ്ങൾ രൂപപ്പെടുന്നത്. അത് അനേകം സമരങ്ങളുണ്ട്, നൂറുകണക്കിന് സമരങ്ങളുണ്ട്. ചേറ്റൂർ കലാപം, പലതരത്തിൽ നമ്മൾ രേഖപ്പെടുത്തും. ആ കലാപങ്ങളുടെ എല്ലാം ഒരു അവസാന ഘട്ടമായിരുന്നു 1921. ഈ സമരമടക്കം നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്നു മുതൽ പറഞ്ഞു പോന്നിരുന്ന അതേ വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും വിഷം ഇന്ന് ഇന്ത്യയുടെ മുകളിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയാണ്. ആ സമയത്ത് സാഹോദര്യത്തിൻ്റെ പെരുംചിറ കെട്ടി നാം പരസ്പരം കൈകൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നാം പ്രവാചകന്റെ 1500 വർഷം മുമ്പ് മുതൽ ഇതുവരെ കേൾക്കുന്ന ആ സാഹോദര്യത്തിൻ്റെ ശബ്ദം യഥാർത്ഥത്തിൽ ഉയർന്ന് കേൾക്കേണ്ട, ഉയർത്തി പറയേണ്ട, ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാലമാണ്. ശത്രുവിനെ പോലും ആദരവോടെ കാണുന്ന, തന്നെ വെട്ടാനായി മുന്നിൽ വന്നു നിൽക്കുന്ന ശത്രുവിന് പോലും മാപ്പ് കൊടുക്കുന്ന, ദിവസേന താൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴിത്താരയിൽ മാലിന്യം കൊണ്ടുവന്നിരുന്ന വൃദ്ധയെ ഒരു ദിവസം കാണാതാകുമ്പോൾ ആ വൃദ്ധയെ തിരഞ്ഞു പോകുന്ന, ആ വൃദ്ധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകന്റെ മൂല്യം നാം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി കവിതയെക്കുറിച്ചൊക്കെ ആമുഖത്തിൽ ഇദ്ദേഹം സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ വായിച്ച മനോഹരമായ പ്രവാചകനെ കുറിച്ചുള്ള സച്ചിദാനന്ദൻ മാഷ് ഒരു കവിത വായിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. സച്ചിദാനന്ദൻ്റെ മനോഹരമായ ഒരു പ്രവാചകനെ കുറിച്ചുള്ള കവിതയാണ് പ്രവാചകനും ഉറുമ്പും. പ്രവാചകൻ ഹിറാ ഗുഹയിൽ പതിവ് പോലെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. പ്രവാചകൻ ഹിറാ ഗുഹയിൽ പതിവ് പോലെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ജബലൽ നൂർ കയറി വന്ന അനാഥനായ ഒരു ഉറുമ്പ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാനായി കാത്തുനിന്നു. ജബലൽ നൂർ കടന്നു വന്ന അനാഥനായ ഒരു ഉറുമ്പ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാനായി കാത്തുനിന്നു. ധ്യാനം കഴിഞ്ഞ് കാരുണ്യം നിറഞ്ഞ കണ്ണു തുറന്നയുടൻ പ്രവാചകൻ ഉറുമ്പിനോട് ചോദിച്ചു, നീ മുബഷിറോ നദീറോ? ഉറുമ്പ് പറഞ്ഞു, വെറും ബഷീർ, എല്ലാ ജീവികളെയും പോലെ ഒരു ദൂതൻ. ഞാനും അങ്ങേപ്പോലെ അനാഥനാണ്, അലഞ്ഞു തിരിഞ്ഞ് കുറേ ദിവസമെടുത്ത് മല കയറി വന്നവൻ. എല്ലാ ജീവികളെയും പോലെ ഒരു ദൂതൻ, ഞാനും അങ്ങേപ്പോലെ അനാഥനാണ്, അലഞ്ഞു തിരിഞ്ഞ് കുറേ ദിവസമെടുത്ത് മല കയറി വന്നവൻ. നീ ഒറ്റയ്ക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി, നിങ്ങളെപ്പോഴും കൂട്ടം കൂടി നടക്കുന്നവരാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് പ്രവാചകൻ ഗുഹയിലെ ഒരു കൽത്തരിയെടുത്ത് ഉറുമ്പിന് മുന്നിലേക്ക് നീക്കി വെച്ചു. പ്രവാചകൻ സ്പർശിച്ചതോടെ അത് പഞ്ചസാരയായി മാറിയിരുന്നു. ഇതിന് മധുരമുണ്ടല്ലോ, ഉറുമ്പ് വിസ്മയിച്ചു. ദയയോടെ നൽകുന്ന എന്തും മധുരിക്കും. ഇതിന് മധുരമുണ്ടല്ലോ, ഉറുമ്പ് വിസ്മയിച്ചു.
ദയയോടെ നൽകുന്ന എന്തും മധുരിക്കും. അത് ജിബ്രീൽ പറയും മുൻപേ എന്നെ വളർത്തിയവരിൽ നിന്ന് ഞാൻ പഠിച്ചു. പ്രവാചകൻ അരുളി ചെയ്തു. ഈ സംഭാഷണം അദൃശ്യനായി കേട്ടുനിന്ന മാലാഖ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ആയത്തുകൾ നൽകുന്നത്, മനുഷ്യർ അത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ആയത്തുകൾ നൽകുന്നത്, മനുഷ്യർ അത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നൂറിന് ഭൂമിയിലേക്ക് പുതുക്കീറുകൾ പോലെ പ്രവാചകരെ അയക്കേണ്ടി വരുന്നത്. ഒരു ഉറുമ്പിന് പോലും മനുഷ്യരെ ചിലത് പഠിപ്പിക്കാൻ കഴിയും. ഒരുമ, അധ്വാനം, വിനയം, അത് മറ്റുള്ളവരെ കടിക്കുന്നത് പോലും ഉപദ്രവം ഭയന്ന് മാത്രമാണ്. ഒരു ഉറുമ്പിന് പോലും മനുഷ്യരെ ചിലത് പഠിപ്പിക്കാൻ കഴിയും. ഒരുമ, അധ്വാനം, വിനയം, അത് മറ്റുള്ളവരെ കടിക്കുന്നത് പോലും ഉപദ്രവം ഭയന്ന് മാത്രമാണ്. പ്രിയപ്പെട്ട മുഹമ്മദ്, മക്കയിൽ നിന്ന് നിനക്ക് മദീനയിലേക്ക് ഓടിപ്പോകേണ്ടി വരും. അപ്പോഴും അൽ അമീനായ ഈ ഉറുമ്പ് നിന്നെ അനുഗമിക്കും. പ്രവാചകനും ഉറുമ്പും ധ്യാനത്തിലമർന്നു. ഒരേ വെളിച്ചം തങ്ങളിൽ വീഴുന്നത് അവർ കണ്ടു. പ്രവാചകനും ഉറുമ്പും ധ്യാനത്തിലമർന്നു. ഒരേ വെളിച്ചം തങ്ങളിൽ വീഴുന്നത് അവർ കണ്ടു. അറേബ്യയിലെ സൂര്യൻ. ഉറുമ്പ് പറഞ്ഞു, ഭൂമിയുടെ സൂര്യൻ. പ്രവാചകൻ തിരുത്തി പറഞ്ഞു, ചരാചരങ്ങളുടെ സൂര്യൻ. പർവ്വതം തൻ്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രതിവചിച്ചു. ചരാചരങ്ങളുടെ സൂര്യൻ. പർവ്വതം തൻ്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രതിവചിച്ചു. ചരാചരങ്ങളുടെ ആ സൂര്യപ്രകാശം 1500 വർഷങ്ങൾ പിന്നിട്ട് നമ്മെ വന്നു തൊടുന്ന ആ മഹത്തായ സാഹോദര്യത്തിൻ്റെ വെളിച്ചം നിങ്ങളിലും എന്നിലും ഒരുപോലെ നിൽക്കട്ടെ എന്ന് മാത്രം അഭിലഷിക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു.